ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഒരു അടിപൊളി പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പച്ചടി ഉണ്ടാക്കുന്നത് കക്കരിക്ക വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കക്കരിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതുകൊണ്ട് സാലഡ് ഉണ്ടാക്കിയാലും ഒക്കെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് ഇത് സ്പെഷ്യലായിട്ടൊന്ന് ഒരു പച്ചടി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ചെറുതായിട്ടൊന്ന് നല്ല ചെറുതായി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. കുട്ടി കുട്ടിയായിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പം നമ്മൾ എന്നും ഒരേ കറി, സാമ്പാർ, പിന്നെ മീൻകറി, ഇറച്ചിക്കറി ഇങ്ങനെ ഓരോന്നും പിന്നെ ഒരേപോലെ തന്നെ അല്ലേ എപ്പോഴും വെക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് വെട്ടി വെച്ചിരിക്കുന്ന കക്കരിക്ക ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കക്കരിക്കയിൽ തന്നെ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ വെള്ളം തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കക്കരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടത് ജീരകം, ചെറിയ ജീരകം, തേങ്ങ, പച്ചമുളക്, പിന്നെ കുറച്ച് തൈര്, കറിവേപ്പിൻ്റെ ഇല കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്കതിലേക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കക്കരിക്കൻ്റെ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ. കക്കരിക്ക പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ട് തേങ്ങയും പച്ചമുളക് ഇതെല്ലാം ഇങ്ങനെ അരച്ചിട്ട് അങ്ങനെ കക്കരിക്കയിൽ തനിച്ച് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ, പച്ചമുളക്, പിന്നെ ജീരകം അവരിടുന്നില്ല, ഞാൻ ഇട്ടതാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കക്കരിക്കൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എരിവില്ലാത്ത കാരണം ഞാൻ കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറിക്ക് കുറച്ച് നല്ലൊരു പച്ച കളറും കിട്ടിയിട്ടുണ്ട്. കാന്താരി മുളകിൻ്റെ ആ ടേസ്റ്റ് കുറച്ച് ഒരു പ്രത്യേകിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം തിളക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് വറവിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വറവിടാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ വറ്റൽമുളകും കടുകും ഒന്ന് പൊട്ടി വരുന്ന സമയം നോക്കി നമുക്കതിലേക്ക് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചട്ടിയിലൊക്കെ കടുക് വറവൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാത്രത്തിന് അധികം കുഴിയില്ലാത്ത കാരണം തീ വേഗം അതിലേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കക്കരിക്ക വെച്ചിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കക്കരിക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തൈരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്നൊരു സാമ്പാറോ ഉപ്പേരി മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു പച്ചടിയും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ കക്കരിക്ക തൈരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വേറെ ഇതുപോലെ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്രയുള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.